Okay, welcome. Next is development of solids. നമ്മൾ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിലെ തേർഡ് മൊഡ്യൂള് സെക്ഷൻ ഓഫ് സോളിഡ്സ് നമ്മൾ പഠിച്ചിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ആക്ച്വലി ഡെവലപ്മെന്റ് ഓഫ് സോളിഡ്സ്. എന്താണ് ഡെവലപ്മെന്റ് ഓഫ് സോളിഡ്സ്? അപ്പോൾ അതിനൊരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് development of a surface of solid means assume the object is hollow and made up of a thin sheet. Thin sheet എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗ്ലിജിബിൾ ആയിട്ടുള്ള തിക്നെസ് കൊണ്ട് ആണ് നമ്മളൊരു സോളിഡ് ഉണ്ടാക്കിയെന്ന് സങ്കല്പിക്കുക. ഓക്കെ, കട്ട് and open it from one side and unfold the sheet completely. Then the shape of that unfolded sheet is called development of the lateral surface of that object or solid. Okay, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ്. ഒരു സോളിഡ്, നമ്മൾ പല സോളിഡുകൾ പഠിച്ചു. അപ്പം നമ്മൾ ഇത്രയും നാളത് അസ്യൂം ചെയ്തിരുന്ന ആ സോളിഡ് ഫീൽഡാണ്, അല്ലെങ്കിൽ അതിനകത്ത് ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സെക്ഷൻ ചെയ്ത് കഴിഞ്ഞ ശേഷം അതിന്റെ ട്രൂ ഷേപ്പ് നമ്മൾ വരച്ചപ്പോഴത്തേക്ക് അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. അല്ലെങ്കിൽ സെക്ഷൻ ചെയ്ത ഫംഗ്ഷൻ നമ്മൾ ഹാച്ച് ചെയ്ത് കാണിച്ചപ്പോഴില്ല. ബട്ട് ഡെവലപ്മെന്റ് ഓഫ് സോളിഡ്സിൽ നമ്മൾ ഈ മെറ്റീരിയൽ മേക്ക് ചെയ്തിരിക്കുന്നത് തിൻ ഷീറ്റ് കൊണ്ടാണ് എന്ന് അസ്യൂം ചെയ്യുന്നു. ദെൻ അതിനെ കട്ട് ചെയ്തിട്ട് അൺഫോൾഡ് ചെയ്യുന്നു. അൺഫോൾഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഓപ്പൺ ആക്കി ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഒരു പ്ലെയിൻ സർഫസിൽ വെക്കുന്ന പ്രോസസ്സിനെയാണ് ഡെവലപ്മെന്റ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷീറ്റ് മെറ്റൽ കട്ടിങ്ങിൽ അല്ലെങ്കിൽ ഷീറ്റ് മെറ്റൽ കൊണ്ട് ഒരു ഒബ്ജക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴെല്ലാം നമ്മളിതിന്റെ ഒരുപാട് ആപ്ലിക്കേഷൻസ് പഠിക്കുന്നുണ്ട്. അത് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ്. ഇപ്പൊ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ് ഇതിന്റെ ഒരു ഇൻട്രോ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഇപ്പൊ സപ്പോസ് ഇതൊരു പിരമിഡ് ആയിരുന്നു. ഈ പിരമിഡിന്റെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സോളിഡിനെ ഒരു പ്ലെയിൻ സർഫസിലേക്ക് പ്ലേസ് ചെയ്യുന്നു. സിമ്പിൾ അല്ലേ? ഇതാണ് ഇതിന്റെ ഡെവലപ്മെന്റ് ഓഫ് എ പിരമിഡ്. അപ്പോൾ ഡെവലപ്മെന്റ് ഓഫ് എ പ്രിസം എങ്ങനെ വരും? ഈ പ്രിസത്തിന് എത്ര പ്ലേസുകളുണ്ട്? മുകളിൽ ഒരു റെക്ടാംഗുലർ ഫേസ് ഉണ്ട്, സൈഡിൽ 4 റെക്ടാംഗുലർ പ്ലേസുകളുണ്ട്, താഴെ ഒരു റെക്ടാംഗിൾ. അപ്പൊ 2 റെക്ടാംഗിൾസ് ഇതുണ്ട്. ഇത് അതിന്റെ ബേസും ഹൈറ്റും ആയിട്ട് വരുന്നതായിരിക്കും. ദെൻ ഈ ലാറ്ററൽ സർഫസുകളുണ്ട്. ഇതും അതിന്റെ ഈ ബേസും അതിന്റെ ഹൈറ്റോടെ വരുന്ന 4 റെക്ടാംഗിൾസ് കൂടെ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മളിത് ഓപ്പൺ ചെയ്യുക. ഒരു പോർഷനിൽ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മളത് വരച്ചു കഴിഞ്ഞ് ഒരു പ്ലെയിൻ സർഫസിലേക്ക് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഡെവലപ്മെന്റ് ഓഫ് എ പ്രിസം കിട്ടും. ഹിയർ ഇറ്റ്സ് എ ഡെവലപ്മെന്റ് ഓഫ് എ. അപ്പൊ ഇത് എത്ര റെക്ടാംഗിൾസ് ഉണ്ട്? ഇവിടെ 1, ദെൻ 2, ദെൻ 3 ആൻഡ് 4. അപ്പൊ ഈ സൈഡിലെ ഫേസുകളെ ലാറ്ററൽ സർഫസ് എന്നും ഇത് രണ്ടും നമ്മൾ അതിന്റെ ടോപ്പ് ഫേസും ഇത് അതിന്റെ ബോട്ടം ഫേസുമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ABCD എന്ന പേര് കൊടുക്കും. ദെൻ നമ്മളിവിടെ ഡെവലപ്മെന്റ് ചെയ്യുമ്പോൾ A to 1 ഇവിടെ വെക്കും. ദെൻ നമ്മളിത് അൺഫോൾഡ് ചെയ്ത് അപ്പോൾ A വന്നു, ദെൻ B വരും, C വരും, D വരും, അങ്ങനെ എല്ലാ ഫേസുകളുമായിട്ട് നമ്മളിവിടെ അൺഫോൾഡ് ചെയ്ത് വെക്കും. ക്ലിയർ? നമുക്കിപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. ഇതാണ് അതിന്റെ സിമ്പിൾ പ്രോബ്ലംസ്. ഞാനിപ്പോൾ ആ ഒരു പ്രോബ്ലം സ്കിപ്പ് ചെയ്യാണ്, ബിക്കോസ് അത് നമുക്ക് തനിയെ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു പ്രോബ്ലമാണ്. അതിന്റെ വീഡിയോയുടെ ഒന്നും ആവശ്യമില്ല. ഇതൊരു നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇപ്പൊ ഇത് അത്രയേ ഉള്ളൂ, സിമ്പിൾ ആണെന്ന് മനസ്സിലായി. പക്ഷെ യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്നത് അങ്ങനെ ഡെവലപ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് ആ സോളിഡിനെ ഒന്ന് കട്ട് ചെയ്യാൻ പറയും. ദ ഡെവലപ്മെന്റ് ഓഫ് എ സോളിഡ് ആഫ്റ്റർ ഇറ്റ് ഈസ് സെക്ഷൻ ബൈ എ സെക്ഷൻ പ്ലെയിൻ. ഓക്കെ, അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കോൺ ഓഫ് ബേസ് ഡയമീറ്റർ 50 ആൻഡ് ഹൈറ്റ് 60 റെസ്റ്റിംഗ് ഓൺ HP ഈ സെക്ഷൻ ബൈ എ സെക്ഷൻ പ്ലെയിൻ perpendicular to VP, inclined 45 degree to HP and bisecting the axis. അപ്പോൾ before that I will show you what is the development of a cone. സെക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് ഡെവലപ്മെന്റ് ഓഫ് എ കോൺ എന്താണെന്നുള്ളത് ഞാൻ പറയുന്നതായിരുന്നു കോൺ. അപ്പോൾ ഇതിന്റെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഒരു
പ്ലെയിൻ സർഫസിലേക്ക് പ്ലേസ് ചെയ്യാം. അപ്പോഴേക്കും അതിന്റെ ഡെവലപ്മെന്റ് എന്താണെന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും. ദിസ് ഈസ് എ ഡെവലപ്മെന്റ് ഓഫ് എ കോൺ. സിമ്പിൾ അല്ലേ? കുറച്ച് പേർക്കെങ്കിലും ഒരു സംശയം വരുമായിരിക്കും, ഇതെങ്ങനെ, ഇതിന്റെ ആംഗിൾ എങ്ങനെയാണ് എന്താണെന്നുള്ളത്. അത് ഞാനിവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഇതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ തീറ്റ ഈസ് ഈക്വൽ ടു സ്മോൾ ആർ. സ്മോൾ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും. ഇവിടെ വരുന്ന ഇതാണ് സ്മോൾ ആർ, ഇതായിരിക്കും ക്യാപിറ്റൽ ആർ. ഓക്കെ, അപ്പോൾ സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ ഇൻറ്റു 360 ആയിരിക്കും അതിൻ്റെ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോണം, ഇതൊരിക്കലും ഈ കോണിന്റെ ഹൈറ്റ് അല്ല, ഇതിന്റെ സ്ലാൻഡ് ഹൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ വരച്ചതിന് ശേഷം അതിന്റെ സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിച്ചിട്ട് ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ തീറ്റ കിട്ടും. അപ്പോൾ ഈ സ്ലാൻഡ് ഹൈറ്റ് റേഡിയസ് ആക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഒരു ആർക്ക് വരക്കും. ഓക്കെ, ആർക്ക് വരച്ചിട്ട് അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ ഒഴിച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കും. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഹിയർ ദ കോൺ ഈസ് resting on HP and it is sectioned by a section plane perpendicular to VP and 45 degree to HP and bisecting the axis. അപ്പോൾ ആക്സിസിനെ ബൈസെക്ട് ചെയ്തുകൊണ്ട് ഈ കോണിനെ സെക്ഷൻ ചെയ്തതിന് ശേഷമുള്ള ഡെവലപ്മെന്റ് ആണ് വരക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഞാനപ്പോൾ ഇതിനെ ഒന്ന് കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. സെക്ഷൻ പ്ലെയിൻ എങ്ങനെയായിരിക്കും? ഫ്രണ്ട് വ്യൂവിൽ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെക്ഷൻ പ്ലെയിൻ ഇരിക്കുന്നത്, ഇങ്ങനെ കട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഒരു സിസറാണ് ഇരിക്കുന്നത്. ഞാൻ അതിൻ്റെ 45 ഡിഗ്രി ഇംഗ്ലീഡ് ആക്സിസിനെ ബൈസെക്ട് ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഇങ്ങനെയായിരിക്കും വരണ്ടേ. ഓക്കെ, ക്ലിയർ? ഇതാണ് അത് കട്ട് ചെയ്തതിന് ശേഷമുള്ള ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഡെവലപ്മെന്റ് അപ്പോൾ എങ്ങനെ വരും? അതിൻ്റെ ബോട്ടം പോർഷനാണ് വരക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ വി നീഡ് ടു ഡ്രോ ദ bottom portion of the ഇതുപോലെ വരും. അതിൻ്റെ ബേസ് then ഇവിടെ ഇങ്ങനെ ഒന്ന് കയറിയിട്ട് പിന്നെ തിരിച്ചിറങ്ങി വരും. ഓക്കെ, ദിസ് ഇസ് ദ സെക്ഷൻ. ആഫ്റ്റർ സെക്ഷൻ ദ ഡെവലപ്മെന്റ് ഈസ് ലൈക്ക് ദിസ്. ഓക്കെ, നമുക്ക് എങ്ങനെ അത് ഡ്രോയിങ്ങിലേക്ക് വരക്കുന്നത് എന്നതിന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഐ വിൽ ഷോ യു ഹൗ ടു ഡ്രോ. First of all, we need to draw the base of the cone, that is 50 mm diameter, so 25 mm radius ആക്കിക്കൊണ്ട് നമ്മളൊരു സർക്കിൾ വരക്കുന്നു. ഓക്കെ, ഇതിനെ ഹൊറിസോണ്ടലി ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. Divide the circle into 2 first of all. Okay, still some students have the issue ഇത് വ്യൂ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് കുറച്ച് പേര് എനിക്ക് പറഞ്ഞു കമന്റിലായിട്ട്. ഓക്കെ, സോ ഞാൻ ഇവിടെ പെൻ യൂസ് ചെയ്യാണ് ഈ ഡ്രോയിങ്സ് കൃത്യമായിട്ട് മനസ്സിലാവുന്നതിന് വേണ്ടി മാത്രം. ഓക്കെ, എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് അറിയാമല്ലോ, 2H പെൻസിൽ കൊണ്ടാണ് വരക്കേണ്ടത്. ഞാനിവിടെ പെൻ യൂസ് ചെയ്യുന്നു ജസ്റ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് വ്യൂ ചെയ്യാൻ വേണ്ടി മാത്രം. ഓക്കെ, ദെൻ ഇത് എനിക്ക് 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ കട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ 8 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് നമ്മൾ സിലിണ്ടർ ആണെങ്കിലും കോൺ ആണെങ്കിലും എല്ലാം 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ കട്ട് ചെയ്തതിന് ശേഷം പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുക. ഡിവൈഡ് ദ സർക്കിൾ ഇൻറ്റു 8 ഈക്വൽ പാർട്സ്. ഓക്കെ, then 8 ഈക്വൽ പാർട്സ് ആക്കാനായിട്ട് ഞാൻ അതിനെ ഡിവൈഡ് ചെയ്യുന്നു. Okay,
then ഈ പോയിന്റ്സ് എല്ലാം ഞാൻ മുകളിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നത്. പ്രൊജക്ട് ഓൾ ദീസ് പോയിന്റ്സ് ടു ടോപ്പ്. The height is 60 mm. ഇവിടെ ചെയിൻ ലൈൻ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. Because the axis is represented by chain line. Boundary lines are to be drawn. Actually, these two all lines are drawing with a 2H pencil, not even H, because section ചെയ്തതിനു ശേഷമുള്ള remaining portion മാത്രമാണ് H pencil കൊണ്ട് draw ചെയ്യേണ്ടത്. Okay. Then we need to find out the midpoint of the axis, because the axis is bisecting. So 30 mm ന്റെ പോയിന്റ് മാർക്ക് ചെയ്യുന്നു. അവിടുന്ന് 45 ഡിഗ്രി ഇൻക്ലിനേഷൻ ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്നുണ്ട്. സോ 45 ഡിഗ്രി ഇൻക്ലിനേഷൻ മേക്ക് ചെയ്യുന്നു. ഞാൻ ഈ സൈഡിലേക്ക് സെക്ഷൻ പ്ലെയിൻ വരക്കാനായിട്ട് നമുക്ക് ഏത് സൈഡിലേക്ക് വേണമെന്നുള്ള സെക്ഷൻ ചെയ്യാം. ഐ എം യൂസിങ് ടു സെക്ഷൻ ദ പോയിന്റ് ഫ്രം ഹിയർ ഇറ്റ്സെൽഫ്. Section plane is also represented by chain line, and both ends are darkened or thickened. Then two arrowheads are given. നമ്മൾ സെക്ഷന്റെ പ്രോബ്ലം പഠിച്ചപ്പോഴത്തേക്ക് പറഞ്ഞിരുന്നു, രണ്ട് arrowheads കൊടുക്കും. Then represent it as a vertical trace of the section plane. Okay. Then നമുക്ക് അനോട്ടേഷൻസ് കൊടുക്കണം. ഇനി അനോട്ടേഷൻ ആക്ച്വലി ബേസ് പോയിന്റ് വരച്ചതിന് ശേഷം തന്നെ ചെയ്തു പോവാം. എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്. ഇപ്പൊ സോളിഡിന്റെ ഒരു വീഡിയോ കാണാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാനിത് ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. നമ്മൾ റൈറ്റ് സൈഡിൽ ഒരു ബേസ് കോർണറിൽ നിന്നാണ് അനോട്ടേഷൻ കൊടുക്കുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഇറ്റ് മേ ബി ഇൻ ക്ലോക്ക് വൈസ് ഓർ ആന്റി ക്ലോക്ക് വൈസ്. നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെന്നുണ്ടെങ്കിൽ ആസ് യുവർ വിഷ് യു ക്യാൻ ചൂസ്. ഹിയർ ഐ എം യൂസിങ് ദ annotations in clockwise direction. Then in front view A dash, B dash, C dash, D dash, E dash, F dash in bracket, because in front view we cannot see F dash, it is behind D dash, G dash and H dash. Okay. Then we need to find out the sectional points of here 1 dash. I give 1, then 2 dash, 3 dash, 4 dash, 5 dash. It's all same as in section. 6 dash, 7 dash in bracket and 8 dash also in brackets. Okay. Up to here I think none of them have any doubts, because it's all are discussed already in the section of solids. Here I show one more thing. It's the only portion we need to thick. ഈ പോർഷൻ മാത്രമേ ഇവിടെ റിമൈനിങ് ആയിട്ട് നിൽക്കുന്നുള്ളൂ. സോ ഈ പോർഷൻ നമ്മൾ തിക്കായിട്ട് വരക്കണം. ഓക്കെ. സെക്ഷനിലും ഇതുപോലെ തന്നെ ആയിരിക്കണം. സെക്ഷനിൽ സ്റ്റിൽ സം സ്റ്റുഡൻസ് ഹാവ് ഡൗട്ട് വിച്ച് പോർഷൻ ഈസ് റിമൈനിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കേസാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് അപ്പെക്സിന് ഞാൻ പേര് കൊടുക്കുന്നു പി ക്യൂ. ഓക്കെ. ക്യൂ ഇൻ ബേസ്. സോ ക്യൂ ഡാഷ്, പി ഡാഷ്. I am taking the length of P dash to A dash as radius. Okay. Then mark an arc.
there is no need to draw the development of the solid above xy line. We can draw it anywhere in the same page. Okay, here before that we need to find out the theta, that is the included angle of the cone. Theta is equal to small r by capital R into 360. Small r by capital R into 360. Here small r we know it is 30 mm. Sorry, 25 mm. The diameter is, and we need to find out the, it's around 65 mm. Okay, 65 mm is the degree, but 25 divided by 65 is the value is 0.3846 into 360. Into 360, the answer is 138.4646. So I take it as 5. Okay, 1. So inclination or the, so here I draw just a minute. ഫസ്റ്റ് ലൈൻ ഞാൻ വരച്ചു. ദെൻ ദ ആംഗിൾ എടുക്കണം. ആംഗിൾ 138 ഡിഗ്രി ആണ്. അപ്പോൾ ഇവിടുന്ന് 138 ഡിഗ്രി മാർക്ക് ചെയ്യാം. ഓക്കെ, ഓൾമോസ്റ്റ് ഞാൻ വരച്ചത് സെയിം ആയിരുന്നു. ഇനി വേണ്ടത്, അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത സോളിഡുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സോളിഡിന്റെ ഡെവലപ്മെന്റ് നമ്മൾ വരച്ചു. ഇനി എനിക്ക് ഈ പോയിന്റ്സ് ഇത് എവിടെയൊക്കെ വെച്ചാണ് കട്ട് ചെയ്തതെന്ന് ഡെവലപ്മെന്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ പോയിന്റ്സ് എനിക്ക് ഇവിടോട്ട് പ്രൊജക്റ്റ് ചെയ്യണം. അതിന് ഈ ഡിവൈഡ് ചെയ്ത പോയിന്റ്സ് എനിക്ക് ആദ്യം കൊണ്ടുവരണം. സോ ഞാൻ ആ ഡിവൈഡ് ചെയ്ത പോയിന്റ്സ് എടുക്കുവാണ്. അതിന് ആക്ച്വൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ 138.5 ഡിഗ്രി ഈസ് ഡിവൈഡഡ് ഇൻറ്റു 8 ഈക്വൽ പാർട്സ്. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സോ ഞാനിവിടെ ചൂസ് ചെയ്യുന്നൊരു മെത്തേഡ്, ഈ ആംഗിൾ, ഈ ഡിസ്റ്റൻസ് എടുക്കുന്നു. ഈ ഡിസ്റ്റൻസിൽ ഒരല്പം കൂടെ കൂടുതൽ, അതായത് ഈ ഡിസ്റ്റൻസ് എടുത്തിട്ട് അവിടുന്ന് കുറച്ചുകൂടെ കൂടുതലുള്ളൊരു ഡിസ്റ്റൻസ് എടുത്ത് ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് 8 ഈക്വൽ പാർട്സിൽ വരുമോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ആ കറക്റ്റ് ഡിസ്റ്റൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പറ്റില്ല, ബിക്കോസ് അത് നിങ്ങൾ അതിൻ്റെ ഒരു ലോജിക്ക് വെച്ച് ആലോചിച്ചാൽ മനസ്സിലാവും. നമ്മൾ എടുക്കുന്നത് ആർക്ക് ലെങ്ത് ആണ് നമുക്കിവിടെ വേണ്ടത്. ബട്ട് നമ്മൾ കോമ്പസിൽ എടുക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന അത് തമ്മിലുള്ള ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് ആണ്. സി, ഞാൻ എടുത്തതിൽ ചെറിയ വ്യത്യാസം വന്നുപോയി. സോ നമുക്ക് ഒരിക്കൽ കൂടെ ട്രയൽ ചെയ്യാം. ഇത്രയും ഡിസ്റ്റൻസ് കൂട്ടുണ്ട്, ഒരല്പം കുറക്കുക. ഓക്കെ, ദെൻ ഒരിക്കൽ കൂടെ ഞാൻ ചെയ്യുന്നു. ഈ പോയിന്റ്സ് തമ്മിൽ മാറിപ്പോകരുത്. ഇത് നിങ്ങൾക്ക് എക്സാമിന് വരുമ്പോഴും ഇത് തന്നെയാണ് ആക്ച്വലി എൻ്റെ അഭിപ്രായത്തിൽ എളുപ്പമുള്ള മെത്തേഡ്. അതല്ലാണ്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻക്ലിനേഷനെ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇറ്റ്സ് ഓൾമോസ്റ്റ് ഓക്കെ, ക്ലിയർ. സോ നമുക്ക് ആ പോയിന്റ്സ് മാർക്ക് ചെയ്യാം. ഡിവൈഡ് ചെയ്ത മെത്തേഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം ചിലപ്പോൾ ചെയ്യുമ്പോഴത്തേക്ക് കൃത്യം വരില്ല. 1, 2, 3 തവണയായിട്ട് നിങ്ങൾ ചെയ്താലും ഇത് എനിക്ക് 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടേ, കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, ആ പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നു. പോയിന്റ്സിലൂടെയുള്ള ലൈനുകൾ. അപ്പോൾ അത് ഏതാണ് ആക്ച്വൽ ലൈൻ എന്നുള്ളത് മാറിപ്പോകരുത് നിങ്ങൾ 3, 4 തവണയൊക്കെ വരച്ച് ചെയ്യുമ്പോൾ.
8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ദെൻ അനോട്ടേഷൻ കൊടുക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ, ഡെവലപ്മെന്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇതിന്റെ കറസ്പോണ്ടിങ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇതിന് ഞാൻ എന്ന് പറഞ്ഞ റെപ്രസെന്റ് ചെയ്ത പോയിന്റ് കറസ്പോണ്ടിങ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരിക്കും നമ്മൾ ഡെവലപ്മെന്റ് യൂസ് ചെയ്യുന്നത്. A, B, C, D, E, F, G, H ആൻഡ് അടുത്ത പോയിന്റ് ഏതാണ്? H to A എന്ന് പറഞ്ഞ ഈ പോയിന്റ്. ഓക്കെ, H to A മനസ്സിലായാലോ? A to B, B to C, C to D, D to E ആ പോയിന്റ്സ് എല്ലാം ഇവിടെ നമ്മൾ പ്രൊജക്ട് ചെയ്തു. ഇത് നമുക്ക് ചെയ്യാനുള്ള കാര്യം, ഈ ഡെവലപ്മെന്റിൽ അല്ലെങ്കിൽ ഈ പോയിന്റ്സിലെല്ലാം കട്ട് ചെയ്തിരിക്കുന്ന പോയിന്റ്സ് നമ്മൾ തിരിച്ചിവിടെ പ്രൊജക്ട് ചെയ്യണം. അപ്പൊ അതിന്റെ ലെങ്ത് എടുത്തിട്ടാണ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആക്ച്വലി P dash Q dash ഓർ P dash C dash എന്ന് പറഞ്ഞ ലൈനിന്റെ ലെങ്ത് ഇവിടെ 60 ഉള്ളൂ. പക്ഷെ ഇവിടുത്തെ P dash C dash ലെങ്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇത് 65 ഉണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ വരച്ചിരിക്കുന്നത് ഇതിന്റെ സ്ലാൻഡ് ഹൈറ്റിന്റെ ഡിസ്റ്റൻസ് എടുത്തിട്ടാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ പ്രൊജക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ഹൈറ്റ് ആക്ച്വലി റെഡ്യൂസ്ഡ് ലെങ്ത് ആണ്. ഓക്കെ, അപ്പൊ എനിക്ക് ഇതിന്റെ സർക്കംഫറൻസിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ ആ ലെങ്ത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം ഈ ഹൈറ്റുകളെല്ലാം. അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ട്രൂ ലെങ്തിലേക്ക് പ്രൊജക്ട് ചെയ്തിട്ട് എനിക്ക് ഈ ലെങ്തുകൾ കൊണ്ടുപോകാൻ പറ്റൂ. ബിക്കോസ് ഇതൊന്നും എനിക്കിവിടെ ട്രൂ ലെങ്ത് തരുന്ന പോയിന്റുകൾ അല്ല. അപ്പം ഞാൻ ഈ പോയിന്റുകളെല്ലാം ആക്ച്വലി എന്ത് ചെയ്യുന്നു, അതിന്റെ കറസ്പോണ്ടിങ് ട്രൂ ലെങ്ത് തരുന്ന ലൈനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി കോമ്പസിൽ എടുക്കുന്നു. അപ്പൊ ഞാൻ ഇതിൽ കൂടെ പറയുന്നു, ഈ പോയിന്റ്സ് പ്രൊജക്ട് ചെയ്തത് എന്തിനാണ്, നിങ്ങൾക്ക് തെറ്റിപ്പോകരുത്. എന്താണ് തെറ്റാനുള്ള ചാൻസ് എന്നുള്ളത് ഞാൻ ഇവിടെ പറയുന്നില്ല, ബിക്കോസ് അതൊരു തവണ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് നിൽക്കും. അപ്പൊ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എല്ലാ പോയിന്റും റൈറ്റ് സൈഡിലെ ട്രൂ ലെങ്ത് തരുന്ന ലൈനിലേക്ക് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഈ പോയിന്റ്സ് എല്ലാം നമ്മൾ എടുക്കുന്നു. 1 മാർക്ക് ചെയ്തു. 1 ആക്ച്വലി 2 സ്ഥലത്തുണ്ട്. അപ്പൊ നമുക്കത് അങ്ങേറ്റം വരെ ഡ്രോ ചെയ്യണമായിരുന്നു. ഞാൻ ഇപ്പോൾ തന്നെ 2 സൈഡും വരെ വരച്ചേക്കുക. ദെൻ 3 നമുക്ക് ആക്ച്വലി വരുന്ന പോയിന്റ് നമുക്ക് അറിയാം. ആ 3 കട്ട് ചെയ്തിരിക്കുന്നത് സിയിലാണ്. അപ്പൊ സി വരെ മാർക്ക് ചെയ്താൽ പോരെന്ന് തോന്നും. അങ്ങനെയല്ല, നമ്മൾ സിയിലും ജിയിലും അത് കട്ട് ചെയ്യുന്നുണ്ട്. അതേ സെയിം ലെങ്ത്. അതുകൊണ്ടാണ് ഞാൻ ഈ മെത്തേഡ് ചൂസ് ചെയ്യുന്നത്. എന്തിനാണെന്ന് നമുക്ക് ഇപ്പോൾ ഇതൂടെ കഴിയുമ്പോഴത്തേക്ക് കിട്ടും. ഓക്കെ, പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നു. 1, 2 ബിയിൽ കട്ട് ചെയ്ത പോയിന്റ് ആണ് 2. ദെൻ സിയിൽ കട്ട് ചെയ്ത പോയിന്റിന്റെ ഈ ഡിസ്റ്റൻസ് ആയിരുന്നു നമ്മൾ പ്രൊജക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നത്. 1, 2, 3, 4, 5, 6, 7, 8.